പെർഫോമൻസ് മാത്രമല്ല എൻ്റെ ഡാൻസ് ഫിലിംസ് ഇപ്പം ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഞാൻ തന്നെ ചെയ്തു. ആദ്യമായി ഒരു സിൽവർ സ്ക്രീൻ പ്രസൻസ് ഒരു വലിയൊരു ക്യാൻവസിൽ അഭിനയിക്കും. അതിൻ്റെ ഒരു പ്രണയമാണല്ലോ എൻ്റെ പശ്ചാത്തലം. അപ്പം ഈ ഒരു പ്രണയം കാര്യം നൃത്തത്തിലൂടെ എല്ലാം ആവിഷ്കരിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഇതൊരു ചിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ മറ്റൊരാളുടെ മുമ്പിലോട്ട് അവരുടെ പ്രണയം നമ്മൾ അനുഭവിച്ച പ്രണയമായിരിക്കില്ല ഒരു പക്ഷേ ഇതിൽ കൺവേ ചെയ്യേണ്ടി വന്നത്, മറ്റൊരു പ്രണയമായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വർക്ക് ചെയ്യുമ്പോഴും. വർക്ക് ഇത് കഴിഞ്ഞ് ആക്ച്വലി കാണുമ്പോൾ അതിൻ്റെ ഇരട്ടി മധുരം. ഇത് വർക്ക് ചെയ്യുമ്പോൾ അറിയില്ല. ഈ സ്കാറ്റേഡ് ആയിട്ടുള്ള ഷോട്ട്സ് ഒക്കെ നമ്മൾ ഈ മൊത്തം കറക്റ്റായി കമ്പൈൻ ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു അതിലാണ്ടല്ലോ ക്രാഫ്റ്റ് കിടക്കുന്നത്. ഒരു പീസ് അതിൻ്റെ ക്രാഫ്റ്റ് മാത്രം നോക്കാം. ഇതിൽ പറയുന്നുണ്ടല്ലോ എന്ത് കണ്ടിട്ടാ പ്രണയിച്ചേന്ന് ചോദിക്കുമ്പോൾ പറയും സോൾ കണക്ഷൻ ആണെന്ന് പറയുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രണയത്തിൽ സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടാണോ ഇല്ലാത്തത് കൊണ്ടാണോ ഇപ്പോഴത്തെ ഒരു പ്രണയം നമുക്ക് ഫീൽ ചെയ്യാത്തത്? കാര്യം ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രണയം ഉണ്ടാവുന്നോ സോൾ കണക്ഷൻ? ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സോൾ കണക്ഷൻ. നമ്മുടെ ആർക്കൊന്നും അങ്ങനെ ഉപയോഗിച്ചില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അല്ല അപ്പോഴൊന്നുമില്ല, ഇപ്പോഴാ ഒരു സോൾ കണക്ഷൻ. അപ്പം അല്ല അന്ന് നമ്മൾക്കറിയാം. പക്ഷെ ഇങ്ങനെ ഈ രണ്ട് ആക്ച്വലി ഈ പടത്തിൽ ആ വാക്കിട്ടതും ഞാനാണ്. സോൾ കണക്ഷൻ അത് എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് ആണല്ലോ. ഒരു റീസൺ വേണ്ടല്ലോ. ഒരാളെ പല മാനദണ്ഡങ്ങൾ കൊണ്ടിട്ടാണ് അങ്ങനെ ആയാലേ അത് ഇങ്ങനെ ആയാലേ പൊതുവെ റിലേഷൻഷിപ്സും മാരേജസും അങ്ങനെയാണല്ലോ. നമ്മളതൊന്നും വെളിയിൽ വരുമ്പോഴാണല്ലോ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടത്. അല്ലാണ്ട് അത്തരമൊരു നോർമലോ ഒരു ഫിക്സ്ഡ് ഫോർമുലയിലോ അല്ലല്ലോ ഇമോഷൻ. സിനിമ പ്രണയം പ്രണയം ഏത് രൂപത്തിലും ഭാവത്തിലും ഏത് കാലത്ത് വന്നാലും ആൾക്കാർക്ക് ഏറ്റവും മനസ്സിലാവുന്നതും മനസ്സിലാവാത്തതും ഇതാണ്. താങ്ക് യു.